നിയമസഭാ തെരഞ്ഞെടുപ്പ് കാലത്തെ സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലൂടെയാണ് CPM കടന്നുപോകുന്നത്. ഒരുപക്ഷെ CPMന്റെ ചരിത്രത്തിൽ തന്നെ ഏറ്റവും വലിയ പ്രതിസന്ധി എന്നതിനെ വിശേഷിപ്പിക്കാം. കാരണം നേരത്തെയൊക്കെ ആശയപരമായി വലിയ സമരങ്ങൾ, ഉൾപാർട്ടി സമരങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും അതൊന്നും അല്ലാത്ത ഒരു പ്രശ്നത്തിലേക്കാണ് CPM ഇപ്പോൾ പോകുന്നത്. എല്ലാം പാർലമെന്ററി വ്യാമോഹങ്ങളാണ്. മാത്രമല്ല നേതൃത്വത്തിനെതിരെ പരസ്യമായി തുറന്നടിച്ചുകൊണ്ടാണ് പ്രധാനപ്പെട്ട നേതാക്കൾ, അത് CPMന്റെ ഏറ്റവും വലിയ ശക്തികേന്ദ്രമായ പാർട്ടി ഗ്രാമങ്ങളെല്ലാം ഉൾപ്പെടുന്ന കണ്ണൂർ പോലുള്ള ഒരു ജില്ലയിൽ അതിലെ ഏറ്റവും മുതിർന്ന നേതാവ്, ആ സംഘടനാ തലത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവാണ് TK ഗോവിന്ദൻ. CPMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദന്റെ സമകാലികനാണ്, സമശീർഷനാണ്. അത്തരമൊരു നേതാവാണ് സംസ്ഥാന സെക്രട്ടറിക്കും പാർട്ടിക്കുമെതിരെ പരസ്യ വെല്ലുവിളിയുമായി പുറത്തുപോവുകയും കോൺഗ്രസ് ടിക്കറ്റിൽ കോൺഗ്രസിന്റെ പിന്തുണയോടുകൂടി മത്സരിക്കാൻ തയ്യാറാണെന്ന പ്രഖ്യാപനം നടത്തുകയും ചെയ്തത്. മുൻകാലങ്ങളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി നിർണ്ണയങ്ങളിൽ വലിയ തർക്കങ്ങൾ ഉണ്ടാകാറുണ്ട്. CPM പലപ്പോഴും ചില മണ്ഡലങ്ങളിലും ആദ്യം പ്രഖ്യാപിക്കാതെ ഒഴിച്ചിട്ട് കാത്തിരിക്കും. അത് കോൺഗ്രസിന്റെ അസംതൃപ്തർ വരാനും അവരെ അവിടെ പ്ലേസ് ചെയ്യാനുമാണ് പലപ്പോഴും CPM സീറ്റുകൾ ഒഴിച്ചിടുന്നത്. സമാന സാഹചര്യം ഇപ്പോൾ കോൺഗ്രസ് ഉണ്ടാവുകയാണ്. കോൺഗ്രസ് സീറ്റുകൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുകയാണ്. CPM നേതൃത്വത്തിലെ പ്രധാനികൾ തന്നെ വിസ്മയങ്ങളായി പുറത്തു വരും. അപ്പോൾ അവരെ മത്സരിപ്പിക്കാൻ വേണ്ടി സീറ്റുകൾ ഒഴിച്ചിട്ട് കാത്തിരിക്കുന്ന കോൺഗ്രസിനെയാണ് നമ്മളിപ്പോൾ കാണുന്നത്. അത് ആദ്യം വന്നത് കൊട്ടാരക്കരയാണ്. തെരഞ്ഞെടുപ്പിന് മുമ്പ് തന്നെ ഐഷ പോറ്റി CPM 3 തവണ MLA ആയ പ്രധാനപ്പെട്ട വനിതാ നേതാവ് കോൺഗ്രസിൽ ചേർന്നു. അവർ കോൺഗ്രസ് ടിക്കറ്റിൽ കൊട്ടാരക്കര മത്സരിക്കുകയാണ്. തൊട്ടു പിന്നാലെ CPMന്റെ ഒരുപക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട CPM ചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ ഒരാളാണ് G സുധാകരൻ, സംസ്ഥാന സമിതി അംഗം. അതിനൊക്കെ അപ്പുറത്ത് പാർട്ടിയിൽ സ്വീകാര്യ നേതാവാണ്. പിന്നീട് അമ്പലപ്പുഴയിൽ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ കാത്തിരിക്കുന്നത്. അവിടെയും കോൺഗ്രസ് സ്ഥാനാർത്ഥിയെ നിർത്തിയിട്ടില്ല. പാലക്കാട്ടേക്ക് പോകുമ്പോൾ അവിടെ PK ശശിയാണ് കോൺഗ്രസ് സീറ്റ് ഒഴിച്ചിട്ട് കാത്തിരിക്കുന്നത്. ശശിയും അവിടെ CPM വിമതനായി പുറത്തു വന്ന് CPM പിന്നീട് പുറത്താക്കി. ഇപ്പോൾ കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ PK ശശി കാത്തിരിക്കുന്നു. പാർട്ടി കോട്ടയിൽ പയ്യന്നൂരിൽ അവിടെ ജില്ലാ കമ്മിറ്റി അംഗം കുഞ്ഞികൃഷ്ണനാണ് കോൺഗ്രസ് പിന്തുണയോടുകൂടി മത്സരിക്കാൻ തയ്യാറെടുക്കുന്നത്. TK ഗോവിന്ദന് വേണ്ടിയും സീറ്റ് ഒഴിച്ചിടാൻ കോൺഗ്രസ് തയ്യാറാണ്. A സുരേഷ് CPMന്റെ സംഘടനാ തലത്തിൽ ഒന്നുമല്ലെങ്കിലും അദ്ദേഹം VSന്റെ പേഴ്സൺ അസിസ്റ്റന്റ് നിലയിൽ VSനൊപ്പം ദീർഘനാൾ ഒപ്പം നടന്ന ഒരാളെന്ന നിലയിൽ SFIയുടെ മുൻ ഭാരവാഹി എന്ന നിലയിലൊക്കെ പ്രശസ്തനായ സുരേഷിന് വേണ്ടിയാണ് മലമ്പുഴ സീറ്റ്, VSന്റെ സ്വന്തം സീറ്റ് കോൺഗ്രസ് മാറ്റിയിട്ടിരിക്കുന്നത്. ജില്ലാ കമ്മിറ്റി അംഗം വനിതാ നേതാവ് കൊല്ലത്ത് മുസ്ലിം ലീഗിലേക്കാണ് പോയത്. അങ്ങനെ സാധാരണഗതിയിൽ നേരത്തെയൊക്കെ CPM വിട്ടവർ CPIയിലേക്കും CPI വിട്ടവർ CPMിലേക്കും പോകുമ്പോൾ ഇത്തവണ കോൺഗ്രസിലേക്കും BJPയിലേക്കും പോകാൻ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ വരി നിൽക്കുന്ന കാഴ്ചയാണ്. CPMന്റെ പ്രധാനപ്പെട്ട ഇടുക്കിയിലെ നേതാവ് S രാജൻ പോയത് BJPയിലേക്കാണ്. ദേവികുളത്ത് അദ്ദേഹം BJP ടിക്കറ്റിൽ മത്സരിക്കും. CPIയുടെ നാട്ടിക MLA സ്ഥാനം പോലും രാജിവെക്കാതെയാണ് CC മുകുന്ദൻ BJP ടിക്കറ്റിൽ നാട്ടികയിൽ മത്സരിക്കാൻ ഒരുങ്ങുന്നത്. കോൺഗ്രസും കൂടി കൈവിട്ടതുകൂടിയാണ് അദ്ദേഹം BJPയിലേക്ക് പോകുന്നത്. അങ്ങനെ പാർട്ടി ഭേദമില്ലാതെ കമ്മ്യൂണിസ്റ്റ് നേതാക്കൾ തുടർച്ചയായി മറ്റു പാർട്ടികളിലേക്ക് തെരഞ്ഞെടുപ്പ് കാലത്ത് ചേക്കേറുന്നു. അതിനുമപ്പുറത്തേക്ക് CPM സമാനതകളില്ലാത്ത പ്രതിസന്ധിയിലാവുകയാണ്. കണ്ണൂർ പോലുള്ള ഏറ്റവും വലിയ ശക്തി കേന്ദ്രത്തിൽ നിന്ന് പരസ്യ വെല്ലുവിളിയുമായി ജില്ലാ സെക്രട്ടറി അംഗം പോലും പുറത്തുവരുന്നു. സാധാരണഗതിയിലെ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ പരിഹരിക്കാൻ CPMന്റെ സംസ്ഥാന സെക്രട്ടറിമാർക്കും മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കമുള്ളവർക്കും കഴിയാറുണ്ട്. പിണറായി വിജയൻ പലപ്പോഴും ഈ VSന്റെ ഉൾപാർട്ടി വിപ്ലവ കാലത്ത് പോലും പിണറായി ഉള്ളതുകൊണ്ടാണ് പാർട്ടി പിളരാതെ കാത്തുസൂക്ഷിച്ചതെന്ന് കടുത്ത പിണറായി ഭക്തരും അവകാശപ്പെടാറുണ്ട്. പക്ഷെ ആ പിണറായി ഇപ്പോൾ ഈ വിഷയങ്ങളിൽ ഇടപെടുന്നില്ല. പിണറായിക്ക് G സുധാകരനെ ഒപ്പം നിർത്താൻ കഴിഞ്ഞില്ല. PK ശശിയെ പാലക്കാട് VSനൊപ്പം എല്ലാവരും നിൽക്കുമ്പോഴും പിണറായിക്കൊപ്പം നിന്ന PK ശശിയെ കൂടെ നിർത്താൻ പിണറായി കഴിയുന്നില്ല. എന്തിനേറെ പറയുന്നു, സ്വന്തം തട്ടകത്തിൽ കുഞ്ഞികൃഷ്ണനും ഇപ്പോൾ CK ഗോവിന്ദനും പോലും പിണറായി ഉണ്ടായിട്ട് പോലും ആ പാർട്ടിയെ വെല്ലുവിളിച്ചുകൊണ്ട് പുറത്തേക്ക് പോകുന്ന അത്യസാധാരണമായ സാഹചര്യത്തേക്കും പ്രതിസന്ധിയിലേക്കുമാണ് CPM രാഷ്ട്രീയം, ഇടതു രാഷ്ട്രീയം ഇപ്പോൾ എത്തി നിൽക്കുന്നത്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.